വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ദ വോയിസ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ DJIന്റെ ഓസ്മോ പോക്കറ്റ് 3 ആണ്. ഓസ്മോ പോക്കറ്റ് 3ന്റെ തന്നെ ക്യാപ്ചർ കോംബോ എന്ന് പറഞ്ഞൊരു കോംബോ ആണ് നമ്മുടെ ഇന്നുള്ളത്. ഇതിന്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു റെലവൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോന്റെ അവസാനത്തേക്ക് നമ്മൾ പറയുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ എന്തായാലും അധികം പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് എന്തായാലും അൺബോക്സിംഗിലേക്ക്. നമ്മൾ അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു പാക്കറ്റ് ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ DJI ഓസ്മോ പോക്കറ്റ് 3 എന്നുള്ള ആ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാൻ പറ്റും. ഇത് നമ്മുടെ ഒരു ക്രിയേറ്റീവ് കോംബോ ആണ്. അതിൻ്റെ ആ ഒരു ഇത് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് എന്നുള്ളത് നമുക്കിവിടെ കാണാം. ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമുക്കൊരു 64 GB ഒരു മെമ്മറി കാർഡ് വരുന്നുണ്ട്, ബാറ്ററി ഹാൻഡിൽ വരുന്നുണ്ട്, അതുപോലെ ചെറിയൊരു ട്രൈപോഡ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അത് കൂടാണ്ട് അപ്പം നമ്മൾ ഇതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും ഇതിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിന് ഏറ്റവും കമ്പനി ഇതിനകത്ത് എടുത്തു പറയുന്ന ഒരു കാര്യം 1 ഇഞ്ച് സെൻസറാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. സിമോസിന്റെ 1 ഇഞ്ച് സെൻസർ വരുന്നുണ്ട്. 4K 120 FPS നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതിന്റെ സ്ക്രീൻ വരുന്നത് 2 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ 3 ആക്സൽ ഗിംബൽ സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. വിഷ്വൽസ് ഒക്കെ കുറച്ചും കൂടെ ക്ലാരിറ്റി ആയിട്ടും സ്റ്റെബിലൈസ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി അത് വളരെ നമുക്ക് ഹെൽപ്ഫുൾ ആണ്. അതുപോലെ നമുക്ക് വരുന്നത് ആക്റ്റീവ് ട്രാക്ക് 6.0. അത് 6.0യിലേക്ക് നമുക്ക് അതിന്റെ ആക്റ്റീവ് ട്രാക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ പിക്സൽ ഫാസ്റ്റ് ഫോക്കസിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു നമ്മുടെ ഇമേജിന്റെ ഡെപ്തും കാര്യങ്ങളൊക്കെ സെൻസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ഫോക്കസ് കാര്യങ്ങളൊക്കെ വളരെ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി നമ്മളത് ഹെൽപ്ഫുൾ ആവും. അതുപോലെ 10 ബിറ്റ് നമുക്ക് ഈ ഡി-ലോഗിൽ നമുക്കിത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ കൂടുതലും കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡി-ലോഗിൽ നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കുറച്ചും കൂടെ ആക്യുറസി കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കിട്ടും. പിന്നെ നമുക്ക് വരുന്നത് സ്റ്റീരിയോ റെക്കോർഡിംഗ് വരുന്നുണ്ട്. 3 മൈക്കാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു സൗണ്ടൊക്കെ ക്യാപ്ചർ ചെയ്ത് വളരെ പ്രിസൈസ് ആയിട്ടുള്ളൊരു സൗണ്ട് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. പിന്നെ നമുക്ക് ഇതിൻ്റെ വേറൊരു ഒരു ഫീച്ചറായിട്ട് അവർ തന്നെ പറയുന്നതാണ് പോക്കറ്റ് സൈസാണ്, വളരെ കുഞ്ഞിതാന്നുള്ളൊരു ആ ഒരു സാധനം. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ കാര്യവും. ചെറിയൊരു സാധനം ആയതുകൊണ്ട് തന്നെ കൊണ്ടു നടക്കാൻ വളരെ എളുപ്പമാണല്ലോ. പിന്നെ നമുക്ക് ഇതിനകത്ത് താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ് ആ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. നമ്മുടെ ആ ഒരു പോക്കറ്റ് 3 വരുന്നുണ്ട്, പിന്നെ ഇതിനകത്ത് ഒരു പ്രൊട്ടക്റ്റീവ് കവർ വരുന്നുണ്ട്, ബാറ്ററി ഹാൻഡിൽ വരുന്നുണ്ട്, പിന്നെ ആ ഒരു ഹാൻഡിൽ വിത്ത് 1/4 ത്രെഡ് നമ്മൾ ഇതിൻ്റെ അടിയിൽ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രൈപോഡൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു ചെറിയൊരു ഹാൻഡിൽ വരുന്നുണ്ട്. പിന്നെ മിനി ട്രൈപോഡ്, നേരത്തെ പറഞ്ഞ മിനി ട്രൈപോഡ് വരുന്നുണ്ട്. പിന്നെ മെമ്മറി കാർഡ്, പിന്നെ വരുന്ന DJIന്റെ ഒരു ചെറിയൊരു കയ്യിലൊക്കെ നമ്മൾ ഇടാൻ പറ്റുന്ന ഒരു ചെറിയ സ്ട്രാപ്പ് വരുന്നുണ്ട്. ടൈപ്പ് സിന്റെ കേബിൾ വരുന്നുണ്ട്, മാനുവൽ വരുന്നത്. ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്തായാലും പറഞ്ഞു നീട്ടുന്നില്ല, നമ്മൾ ഇതിന്റെ അൺബോക്സിംഗിലേക്ക് പോകാം. നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഫുൾ സ്ട്രാപ്പ് അല്ലെങ്കിൽ ഒരു ഫുൾ സ്ട്രിപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ആ സാധനം ഓപ്പൺ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചെറുതായിട്ട് ഞാനിതൊന്ന് ഇതിൻ്റെ പുറത്തൊരു പ്ലാസ്റ്റിക് വരുന്നുണ്ട്. നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്ലാസ്റ്റിക്കിന് ശരിക്കും ഇതില്ലായിരുന്നു, ഫുൾ സ്ട്രിപ്പിന്റെ പ്രശ്നമല്ലായിരുന്നു, പ്ലാസ്റ്റിക്കിന്റെ അകത്താണ് നമുക്ക് ആ ഒരു വീണ്ടും ഒരു ഫുൾ സ്ട്രിപ്പ് വരുന്നത്. നമുക്ക് അതിനു വേണ്ടിയുള്ള ഒരു ഒരു ഭാഗമായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കിനി എന്തായാലും ആ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് നമുക്ക് ഇതിനകത്ത് എടുക്കാം. അതെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ മേളിൽ നിന്നാണ് നമുക്ക് ഇതിൻ്റെ ഓപ്പണിങ് വരുന്നത്. ഇതുപോലെയുള്ളൊരു പാക്കിംഗ് ആണ് ഇതിനകത്ത് വരുന്നത്. നമ്മുടെ ആ ഒരു ഹാൻഡിൽ വരുന്നുണ്ട്, അത് മാറ്റി വെക്കാം. പിന്നെ വരുന്നത് ഇതാണ് നമ്മുടെ മെയിൻ സാധനം. നമ്മളിത് ക്രിയേറ്റീവ് കോംബോയിലല്ല നമ്മളിത് വാങ്ങുന്നെങ്കിൽ നമുക്ക് ഈ ഒരൊറ്റ സാധനം മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് ബാക്കി കാര്യങ്ങളൊന്നും ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടത്തില്ല. നമുക്ക് ഇത് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇത് വെറുതെ ഉള്ളൊരു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആവാതിരിക്കാൻ വേണ്ടിയുള്ളൊരു സാധനമാണത്. പിന്നെ നമുക്ക് വരുന്നതാ ഇതുപോലെയുള്ളൊരു മിനി ട്രൈപോഡ് വരുന്നുണ്ട്. നമുക്ക് ഇതേപോലെയുള്ള ഒരു ട്രൈപോഡ് വരുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത്
അതുപോലെ നമുക്ക് ഈ ഒരു 64 GB ഒരു കിങ്സ്റ്റന്റെ ഒരു മെമ്മറി കാർഡ് വരുന്നുണ്ട്. മെമ്മറി കാർഡ് ആണെങ്കിൽ നമുക്ക് വരുന്നത് V30A2 ആണ്. അത്യാവശ്യം നല്ല സ്പീഡുള്ള ഒരു മെമ്മറി കാർഡാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ബോക്സിനകത്ത് വരുന്നത്. നമുക്കിനി ഈ ബോക്സ് ഇനി മാറ്റി വെച്ചിട്ട് മെമ്മറി കാർഡ് ഞാൻ പ്രത്യേകിച്ച് അൺബോക്സ് ചെയ്യുന്നില്ല. നമുക്ക് മെമ്മറി കാർഡ് നമ്മൾ മാറ്റി വെക്കുന്നു. നമുക്കിനി ആദ്യം ഈ ഒരു മിനി ട്രൈപോഡിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇതിൻ്റെ പാക്കറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായത് വളരെ ചെറിയൊരു ട്രൈപോഡാണെന്ന്. ഇനി എന്തായാലും ചുമ്മാ അത് എന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതിനും ഇതുണ്ടോ, നിങ്ങൾ ഇവിടെ നമുക്കൊരു ചെറിയ സ്ട്രിപ്പാണ് വരും. നമ്മൾ ഈ ഒരു ഗ്രീൻ സാധനം പുള്ളി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആവും. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതാണ് ആ ഒരു മിനി ട്രൈപോഡ് വരുന്നത്. ഈ ട്രൈപോഡ് ഈ ഒരു പ്ലാസ്റ്റിക്കും കൂടെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല പാക്കിങ് കാര്യങ്ങളായിട്ടോ വരുന്നത്. ഇതിനകത്ത് സേഫ് ആയിട്ടുള്ള ഇതിൻ്റെ അകമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, നല്ല സേഫ് ആയിട്ട് തന്നെ ഒരു പാക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാ മോഡൽസിനും നമുക്കിത് അവൈലബിൾ ആയിരിക്കത്തില്ല. നമുക്കിത് അവൈലബിൾ ആവുന്നത് ഇതേപോലെ കോംബോ ഓഫേഴ്സ് വരുമ്പോൾ മാത്രമാണ് നമുക്കിത് അവൈലബിൾ ആയിട്ട് വരിക. ഇതാണ് നമ്മുടെ ആ ഒരു ട്രൈപോഡ് വരുന്നത്. ട്രൈപോഡ് അത്യാവശ്യം കുഴപ്പമില്ല. നമ്മുടെ DJIന്റെ ബാക്കി പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. DJIന്റെ എന്നല്ല, ബാക്കി എന്താണെങ്കിലും നമുക്ക് അത്യാവശ്യം ചെറിയ ട്രൈപോഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, മൊബൈൽ ഹോൾഡറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വരുന്നുണ്ട്. ഇത് ഇങ്ങോട്ട് തന്നെ നമുക്ക് മാറ്റി വെക്കാം. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ബാറ്ററി ഹാൻഡിൽ വരുന്നുണ്ട്. ഇത് ആ എക്സ്റ്റൻഡഡ് ബാറ്ററി പാക്ക് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിന് നമുക്ക് ആ ഒരു ഗ്രീൻ ഫുൾ സ്ട്രിപ്പാണ് വരുന്നത്. ആപ്പിൾ തുടങ്ങി വെച്ചു, ബാക്കി എല്ലാവരും ഫുൾ സ്ട്രിപ്പാക്കി. ഇപ്പം എല്ലാ സാധനത്തിനും നമുക്ക് ഇതേപോലെ സ്ട്രിപ്പാണ് വരുന്നത്. ഇതിൻ്റെ ആണെങ്കിലും പാക്കിങ് കൊള്ളാം. നമുക്ക് പാക്കിങ് നല്ല ഡീസൻറ്റ് പാക്കിംഗ് ആണ് വരുന്നത്. അതിൻ്റെ അകത്തൊക്കെ ആണെങ്കിലും സാധനം നല്ല വൃത്തിയായിട്ട് തന്നെ അവർ പാക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു ബാറ്ററി ഹാൻഡിൽ വരുന്നത്. ബാറ്ററി ഹാൻഡിൽ ഇവിടെ നമുക്ക് ആ ഒരു USB Type-Cൻ്റെ ആ ഒരു പോർട്ട് ഇവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്കിത് റിലീസ് ചെയ്യാനുള്ള ഒരു ബട്ടൺ നമുക്കിവിടെ വരുന്നുണ്ട്. അത് പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ആ ഗ്രീൻ ലൈറ്റ് കാണാൻ പറ്റും നമുക്ക്. അതുപോലെ നമുക്കിത് പിടിക്കാനാണെങ്കിലും അത്യാവശ്യം നല്ലൊരു ഹാൻഡി സാധനമാണ്. ഇവിടെ ഒരു ചെറിയൊരു റബ്ബർ ടെക്സ്ചേർഡ് സാധനമാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രിപ്പ് നമുക്ക് അത്യാവശ്യം നല്ല ഗ്രിപ്പ് കിട്ടും. ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഇവിടെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു USB Type-Cൻ്റെ ഒരു പോർട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ എന്താ പറയുക മൈക്ക് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. അടിയിൽ വരുമ്പോഴത്തേനും നമുക്കിതാ ഈ ഒരു ട്രൈപോഡൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന ആ ഒരു ചെറിയൊരു നോബ് നമുക്ക് ഇതിൻ്റെ അടിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിൽ നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റും കൂടെ വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ Pocket 3ൻ്റെ ആ ഒരു ഇതും കൂടെ വന്നു കഴിയുമ്പോൾ, കൺസോളും കൂടെ വന്നു കഴിയുമ്പോൾ സെറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു ഏകദേശം നമ്മുടെ ഒരു പകുതി സെറ്റപ്പായി. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സാധനത്തിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ മെയിൻ സാധനം, നമ്മുടെ ഓസ്മോ പോക്കറ്റ് 3. ഓസ്മോ പോക്കറ്റ് 3 എന്താ പറയുക, ഒരുപാട് ഇപ്പോൾ ഡീല് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നല്ലൊരു എമൗണ്ടിലൊക്കെ നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. 1 inch സെൻസറുള്ള വേറെ വളരെ ചുരുക്കം നമുക്ക് എന്താ പറയുക ആക്ഷൻ ക്യാമറാസോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഹാൻഡ് ഹെൽഡ് ക്യാമറാസോ മാത്രമേ വരുന്നുള്ളൂ. അതിനകത്ത് ഏറ്റവും റിവ്യൂസും അതുപോലെ കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് നമ്മുടെ ഈ ഒരു പോക്കറ്റ് 3. നിങ്ങളിപ്പോൾ ആമസോണിലാണെങ്കിലും ബാക്കി ഇതിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലൊക്കെ ആണെങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്ത് കാണാൻ പറ്റും. നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു റിവ്യൂ ഉള്ളൊരു പ്രൊഡക്റ്റ് കൂടിയാണ് ഈ ഒരു പോക്കറ്റ് 3 വരുന്നത്. നമ്മളിത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1000 സബ്സ്ക്രൈബർ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ആയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ഏകദേശം അതിനോടുള്ളൊരു സമയത്താണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നിങ്ങൾ എന്തായാലും ഇപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക. അപ്പോൾ നമുക്കിനി എന്തായാലും നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാൻ വീണ്ടും നമുക്ക് ആ ഒരു ഗ്രീൻ ഫുൾ സ്ട്രിപ്പാണ് വരുന്നത്. നമുക്കത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇത് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ബാക്കിലും കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. നമ്മൾ ആ നേരത്തെ ഫസ്റ്റ് കണ്ട ആ ഒരു ബോക്സിൽ അതേ ഡീറ്റെയിൽസ് തന്നെയാണ് വരുന്നത്. ഇതിനാണെങ്കിലും നല്ലൊരു സ്റ്റാൻഡേർഡ് പാക്കിങ് വരുന്നുണ്ട്. നമുക്കിനി എന്തായാലും ഇത് ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ
പ്രൊഡക്റ്റ് വരുന്നത്. അത് നമുക്ക് തൽക്കാലം ഇങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതിനകത്ത് വരുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് മറ്റേ ഒരു ചെറിയ ഹാൻഡിൽ വരുന്നത്. ആ ഒരു ഹാൻഡിൽ വിത്ത് 1/4 ത്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ഇതാ നമുക്ക് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഞാൻ അത് കാണിച്ചു തരാം. നമുക്ക് ആ പ്രൊഡക്റ്റിനകത്ത് നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് വരുന്നില്ല. നമുക്ക് അവിടെ നമുക്ക് USB Type-Cൻ്റെ ആ ഒരു പോർട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സാധനം കണക്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു ട്രൈപോഡിലേക്ക് സെറ്റ് ചെയ്യാൻ. നമുക്ക് ഈ ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ട്രൈപോഡിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരുപാട് നമുക്ക് ന്യൂ ഇയറിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ പ്രൊഡക്ട്സ് ഒക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അത് ഇതുപോലത്തെ ഈ ഒരു സാധനത്തിൻ്റെ ഓൾട്ടർനേറ്റീവ്, ഇതിനേക്കാളും കുഞ്ഞതായിട്ടുള്ള ഓൾട്ടർനേറ്റീവ് അവൈലബിൾ ആണ്. നിങ്ങൾ ഈ കോംബോ അല്ല വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ ഇത് വരുന്നുണ്ട്. നമുക്കിത് തൽക്കാലത്തേക്ക് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വെക്കാം. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് ഈ ഒരു USB Type-C to Type-C വരുന്നുണ്ട്. ഇതുപോലെ മറ്റേ ഒരു സ്ട്രാപ്പ് വരുന്നുണ്ട്. നമ്മൾ കയ്യിലൊക്കെ വേണമെങ്കിൽ ഇത് നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഒരു സ്ട്രാപ്പ് വരുന്നുണ്ട്. വേറെ ഒന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. അപ്പം ഇത്രയും സാധനം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് വേറെ എന്തെങ്കിലുണ്ടോ? ഓക്കെ, ഇതിനകത്ത് നമുക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സ്റ്റിക്കർ വരുന്നുണ്ട്. നമുക്ക് ആ ഒരു DJൻ്റെ ഒരു കിടക്കുന്ന സ്റ്റിക്കർ വരുന്നുണ്ട്. അല്ലാണ്ട് കുറച്ച് ഇതിൻ്റെ ഇനീഷ്യൽ സെറ്റപ്പ് കാര്യങ്ങൾ, പിന്നെ ഇതിൻ്റെ കമ്മ്യൂണിറ്റിയിലേക്കുള്ള ഒരു QR കോഡ് കാര്യങ്ങളൊക്കെ വരുന്നൊരു കുറച്ച് പേപ്പർ വർക്കുകൾ വരുന്നുണ്ട്. ഇതൊക്കെ എത്ര നാൾ കിട്ടുമെന്ന് അറിയത്തില്ല. പക്ഷെ ഇപ്പോൾ എന്തായാലും ഇത് അവൈലബിൾ ആണ്. ചൈനയിൽ നിന്ന് വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു സാധനം അത് അവൈലബിൾ ആണ്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സാധനം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ മെയിൻ സാധനം വരുന്നത്. നമുക്കിത് ഈ ഒരു പ്രൊട്ടക്റ്റീവ് കേസിൻ്റെ ഉള്ളിലാണ് ഇത് വരുന്നത്. നമുക്കിത് എന്തായാലും പുറത്തേക്ക് എടുക്കാം. ഇതാണ് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. അതുപോലെ ഇതാണ് അതിൻ്റെ പ്രൊട്ടക്റ്റീവ് കേസ് വരുന്നത്. നമുക്ക് ഈ ഒരു പ്രൊട്ടക്റ്റീവ് കേസിലാണെങ്കിലും നമുക്ക് നല്ല വൃത്തിയായിട്ട് നമ്മുടെ ഇതിൻ്റെ അകത്തൊരു പാഡിങ് ഒക്കെ കൊടുത്ത് വളരെ വൃത്തിയായിട്ട് തന്നെ അവർ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് ലെൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ CPL ലെൻസോ അല്ലെങ്കിൽ ബാക്കി വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്കത് വെക്കാൻ പറ്റും. അതിൻ്റെ ഉള്ള ഒരു ചെറിയൊരു സ്ലോട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ മെയിൻ സാധനത്തിലേക്ക് വരാം. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ ഈ ഒരു സാധനം പീൽ ഓഫ് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ നമുക്കിത് ചെറിയൊരു ഗിംബലല്ല, നമ്മുടെ ഒരു ജോയ്സ്റ്റിക്ക് ഇവിടെ വരുന്നുണ്ട്. ചെറിയതായിട്ട് നമുക്ക് ഇതിങ്ങനെ അനക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ക്യാമറേൻ്റെ ആംഗിളൊക്കെ മാറ്റാൻ പറ്റും. നമ്മുടെ ആ ഒരു DJൻ്റെ Osmo 6ൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. നമ്മൾ അതിനകത്താണെങ്കിൽ നമുക്ക് ഇതേ ഒരു ഫംഗ്ഷനാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. സെയിം നമുക്ക് ആ ഒരു ജോയ്സ്റ്റിക്ക് പോലെ തന്നെ ഇതിനൊരു ചെറിയൊരു ജോയ്സ്റ്റിക്ക് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. സൈഡിലേക്ക് വരുമ്പോഴത്തേനും ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഇതേപോലത്തെ ആ ഒരു സ്ട്രാപ്പ് നമുക്കിവിടെ കണക്ട് ചെയ്യാനുള്ള ആ ഒരു പോർഷൻ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ എൻ്റെ ഒരു ഐഡിയ വെച്ചാണെങ്കിൽ ഇത് ഒരു മൈക്ക് വരുന്ന ഇതാണ്. പിന്നെ ഇവിടെ ഒരു മൈക്ക് വരുന്നുണ്ട്. ഇനി ഒരു മൈക്കും കൂടെ ഉണ്ടാവണം. ഇതായിരിക്കണം ഒരു മൈക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇനി അടുത്ത നമ്മുടെ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ആണെങ്കിൽ ഞാൻ കുറച്ചും കൂടെ അതിൻ്റെ ഒരു ക്ലാരിറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേനും ഇതാണ് നമ്മുടെ മെമ്മറി സ്ലോട്ട് വരുന്നത്. നമ്മുടെ ഒരു microSD കാർഡ് നമുക്ക് ഇടാൻ പറ്റുന്ന ആ സ്ലോട്ട് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്ക്രീൻ വരുന്നത്. നമുക്കിത് ഇതുപോലെ ടിൽറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ മെയിൻ 3 ആക്സൽ നമ്മുടെ ക്യാമറ വരുന്നത്. ഈ ക്യാമറയിൽ തന്നെ നമ്മളിത് ഓഫ് ആക്കി കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ക്യാമറ യൂണിറ്റ് ഫുൾ അകത്തേക്ക് പോകും. ഓൺ ആക്കി കഴിയുമ്പോഴത്തേനും നമുക്കിത് റീകാലിബ്രേറ്റ് ആയിട്ട് വരുന്ന നമുക്ക് കാണാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. അതിന് തൊട്ട് മുമ്പ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് ഇവിടെ അടിയിൽ വരുന്നത് USB Type-Cൻ്റെ ആ ഒരു പോർട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാധനം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ട്രൈപോഡ് നമുക്ക് യൂസ് ചെയ്ത് നമുക്കിത് സ്റ്റാൻഡ് പോലെ വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് വെക്കാം. ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഹാൻഡിലായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ റിലീസ് ചെയ്യാനും പറ്റും. അതിനാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്.
വളരെ ഹാൻഡിയാണ്. നമുക്കിത് കാണുന്ന പോലെ തന്നെ എൻ്റെ ഒരു കയ്യിലൊക്കെ ഇരിക്കുന്നതാ ഇത്രയേ വരുന്നുള്ളൂ. മൊത്തത്തിൽ ഇതാ ഈ ഒരു സെറ്റപ്പേ വരുന്നുള്ളൂ. പിന്നെ ഇതാ ഇത്രയും കൂടെ ഉണ്ട്. അതല്ലാണ്ട് ഇത് ഭയങ്കര വലിയൊരു പ്രൊഡക്റ്റ് ഒന്നുമല്ല. വളരെ ഹാൻഡിയായിട്ട് നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഞാനിത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഇതേപോലെ ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓണാവും. ഓണായി കഴിഞ്ഞ് ഇംഗ്ലീഷ് കൊടുത്ത് തൽക്കാലം ഇതുപോലെ ഇപ്പം ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ മേളിലേക്കാണ് ഇത് ശരിക്കും ഇത് വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ സ്ക്രീൻ വരുന്നത്. അതിൻ്റെ ഡിഫറെൻറ്റ് മോഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. നമ്മൾ താഴേന്ന് മേളിലോട്ടാക്കുമ്പോൾ 4K 60 നമുക്ക് ഇതിനകത്ത് ഓരോന്നും മാറ്റി നമുക്ക് എടുക്കാൻ പറ്റും. ഇനി ചെറിയൊരു സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് 1:1 റേഷ്യോ, 16:9, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു നമുക്ക് ഇതിൻ്റെ ബാക്കി ഓട്ടോ ഫോക്കസ്, ഫേസ് ഡിറ്റക്ഷൻ, അതുപോലെ എന്താ പറയുക, അങ്ങനത്തെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വേറെ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് ഇതിൻ്റെ യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ജോയ്സ്റ്റിക്ക് ഇതുപോലെ നമ്മളിങ്ങനെ മാറ്റുന്ന സമയത്ത് നമുക്കിവിടെ ഇമേജ് ഇങ്ങനെ മാറുന്ന കാണാൻ പറ്റും. ഇമേജ് അല്ല, നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ മൊത്തത്തിൽ നമുക്ക് മാറുന്ന കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഫ്രണ്ട് ക്യാമറ ഇത് നേരെ തിരിച്ചാക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫ്രണ്ട് ക്യാമറ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ജോയ്സ്റ്റിക്ക് മുകളിലോട്ടാക്കുമ്പോൾ നമുക്കിതിങ്ങനെ സൂമിങ് ഇന്നും സൂം ഔട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്ന മേളിൽ ഇതിൻ്റെ ബാറ്ററിൻ്റെ പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട്. പിന്നെ SD കാർഡ് ഞാനിപ്പോൾ ഇട്ടിട്ടില്ല, അതുകൊണ്ട് ആ SD കാർഡിൽ ഒരു റെഡ് ലൈനിങ് വരുന്നത്. നമുക്കിതുപോലെ നമുക്കിത് തിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഓഫ് ആണെന്ന് കാണിക്കും. ഓഫ് ആകുമ്പോൾ ഓഫ് ആണെന്നുള്ളത് വേണമെങ്കിൽ നമുക്കിത് ഇതുപോലെ നമുക്ക് ടിൽറ്റ് ചെയ്ത് ഓഫ് ചെയ്യാൻ പറ്റും. ഇല്ല നമുക്കിത് എന്താ പറയുക, നിങ്ങൾക്ക് ഇതേപോലെ പോർട്രേറ്റിൽ അല്ലെങ്കിൽ 9:16 റേഷ്യോയിൽ നമുക്ക് ഷോർട്സിനൊക്കെ വേണമെങ്കിൽ എടുക്കണമെങ്കിൽ ഇതുപോലെ നമ്മൾ ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 9:16 റേഷ്യോയിൽ നമുക്ക് ആക്കാൻ പറ്റും. പിന്നെ അപ്പോഴാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡിഫറെൻറ്റ് മോഡ്സ് കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ കണ്ടുപോലെ തന്നെ സെറ്റ് ചെയ്യാനും പറ്റും. പിന്നെ നമുക്കിത് ഓഫ് ചെയ്യണമെങ്കിൽ ഈ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് റെക്കോർഡ് ചെയ്യാനുള്ള ആ ഒരു ബട്ടൺ ഇവിടെ കാണാൻ പറ്റും. ഇതുപോലെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ട പോലെ ഈ ഒരു മൊത്തം പോർഷൻ അകത്തോട്ട് പോകും. നമ്മളിത് വീണ്ടും ഓൺ ചെയ്ത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഓൺ ചെയ്യുമ്പോൾ ഈ ഒരു ക്യാമറ മാറും. ഓഫ് ചെയ്യുന്ന സമയത്ത് ഇത് വളരെ നൈസായിട്ട് ഇതകത്തോട്ട് ഇങ്ങനെ ടക്കിൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് തന്നെ അത് അങ്ങനെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ അൺബോക്സിങ് ചെയ്ത നമ്മുടെ പോക്കറ്റ് 3. ഞാൻ കാണിച്ചതുപോലെ തന്നെ ഇത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ. ഇതിൻ്റെ റിലീസിങ് കുഴപ്പമില്ല, നമ്മൾ വിചാരിക്കുന്ന അത്ര സുഖമുള്ളൊരു റിലീസിങ് അല്ല. ക്വിക്ക് റിലീസിന് ഇപ്പോൾ ഒരുപാട് ഇങ്ങനത്തെ സാധനങ്ങൾ അവൈലബിൾ ആണ്. നിങ്ങളിത് കോംബോ അല്ല മേടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂ ഇയറിൻ്റെയോ അല്ലെങ്കിൽ വേറെ ബ്രാൻഡിൻ്റെ ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു കണക്ടർ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇത് കോംബോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ സാധനം മേടിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി എന്താ പറയുക, ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സ് എനിക്കറിയത്തില്ല, ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇതത്ര സെറ്റപ്പാണെന്ന് എനിക്കിത് ഒരു ഇനീഷ്യൽ സെറ്റപ്പിൽ എനിക്ക് തോന്നുന്നില്ല. ഇനി ഇത് കുറച്ചൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഒരു യൂസറായിട്ട് ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നതായിരിക്കും. ഇത് നമുക്ക് തൽക്കാലം വെക്കാം. ഇതാണ് നമ്മുടെ ബാറ്ററി ഹാൻഡിൽ വരുന്നത്. ഇതിനകത്ത് അത്യാവശ്യം നമുക്ക് ബാറ്ററി വരുന്നുണ്ട്. നമുക്ക് ആ ഒരു ഹാൻഡിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ട്രൈപോഡ് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എക്സ്ട്രാ ആണ് കേട്ടോ. നമ്മൾ ഈ ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ മീൻസ് കോംബോ അല്ലെങ്കിൽ നമുക്ക് ഇത് മാത്രമേ വരത്തുള്ളൂ. കോംബോ ആണെങ്കിൽ ഇതേപോലത്തെ സാധനങ്ങളെല്ലാം നമുക്ക് എക്സ്ട്രാ വരും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കോംബോ മേടിക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഞാൻ ഓൺലൈൻ നോക്കിയിട്ട് $95 എന്തോ ഇത് കാണിച്ചു. $95 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു നാട്ടിൽ 6,000 രൂപ ആ റേറ്റ് ഇതിന് വരുന്നുണ്ട് നമ്മൾ എക്സ്ട്രാ വാങ്ങുമ്പോൾ. ഇതിൻ്റെ കൂടെ ആകുമ്പോൾ അത്ര ഒരു എന്താ പറയുക, അതിനേക്കാൾ ബെറ്ററാണ്. നമ്മളിത് വേറെ മേടിക്കുന്നതിനേക്കാളും ബെറ്ററാണ് ഓരോ സാധനവും. ഇതൊക്കെയാണെങ്കിൽ $30 ഞാൻ കണ്ടു. ഇതിനാണെങ്കിലും $25-30 ഇതിന് വരുന്നുണ്ട്. അങ്ങനെ ഓരോ സാധനത്തിനാണെങ്കിലും നമ്മൾ എക്സ്ട്രാ വാങ്ങുമ്പോൾ അത്യാവശ്യം പൈസ വരുന്നുണ്ട്.
പിന്നെ ഈ ഒരു കോംബോ അത്യാവശ്യം നല്ലൊരു കോംബോ ആണ്. ഇത് ക്യാപ്ചർ മോർ കോംബോ എന്ന് പറഞ്ഞൊരു കോംബോ ആണ്. നമ്മൾ സാധാരണ ക്രിയേറ്റേഴ്സ് കോംബോ വേറെ ഒരു കോംബോ വരുന്നുണ്ട്. അതിനകത്താണെങ്കിൽ മൈക്ക് കാര്യങ്ങളൊക്കെ വരും. എനിക്കിപ്പോൾ അത്യാവശ്യം നമ്മുടെ യൂസ് ചെയ്യുന്ന നമ്മുടെ ഹോളി ലാൻഡിൻ്റെ മൈക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ആ ഒരു സാധനം ഓപ്റ്റ് ചെയ്യാഞ്ഞത്. പിന്നെ ഇത് നല്ലൊരു പ്രൈസിനും കൂടെ കിട്ടി. അപ്പം ഇതിൻ്റെ റെലവൻസ് എന്താണ്? എൻ്റെ കയ്യിൽ ഓൾറെഡി നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് 17 പ്രോയിലാണ്. 17 പ്രോയിൽ ഉള്ളപ്പോഴും ഇത് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഇഞ്ച് സെൻസറാണ്. നമ്മളിത് അൺബോക്സ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു 1 ഇഞ്ച് സെൻസർ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ലൈറ്റ് വരും. ലോ ലൈറ്റ് പെർഫോമൻസ് കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതുപോലെ ചെറിയ സാധനമാണ്, എവിടെ വേണമെങ്കിൽ കൊണ്ടു നടക്കാം. വണ്ടീൻ്റെ ആണെങ്കിലും ഇതുപോലത്തെ വീഡിയോസ് എടുക്കാനാണെങ്കിലും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നല്ലൊരു റേറ്റിന് കിട്ടി, അത് വേറൊരു കാര്യം. അതുകൊണ്ടും കൂടിയാണ് ഇതെടുത്തത്. പിന്നെ എന്താ പറയുക, ഇത് നമുക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടു നടക്കാം. തണുപ്പത്താണെങ്കിലും വലിയ കുഴപ്പം വരില്ല. ഫോണ് നമുക്ക് പുറത്ത് അധികം നേരം നമ്മൾ വെച്ച് കഴിയുമ്പോൾ അത് ബാറ്ററിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക നന്നായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാൻ 16 പ്രോ എടുത്തപ്പോഴാണെങ്കിലും ഞാൻ ക്യാമറ അല്ലെങ്കിൽ വീഡിയോ എടുത്ത ആ ഒരു സമയത്ത് എൻ്റെ എൻ്റെ ഫോണിൻ്റെ ബാറ്ററി വളരെ ഡ്രാസ്റ്റിക്കായിട്ട് ഡ്രോപ്പായി. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് ഈ ഒരു ഫോൺ കൊണ്ട് നമ്മൾ അധികം തണുപ്പത്ത് എടുക്കുന്ന പരിപാടി നടക്കത്തില്ല എന്ന് തോന്നിയോണ്ടാണ് ഈ ഒരു സാധനം മേടിച്ചത്. പോക്കറ്റ് 3 അത്യാവശ്യം നല്ല റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. എന്തായാലും നമ്മളിത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും. ഇതിൻ്റെ ഒരു കമ്പാരിസൺ വരുന്നതായിരിക്കും. 17 പ്രോൻ്റെ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ വരുന്നതായിരിക്കും. ഇമേജ്, വീഡിയോ, സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളുടെ ഒക്കെ ഒരു കമ്പാരിസൺ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ പറയുന്നതായിരിക്കും. എന്തായാലും ഇനീഷ്യൽ ഇംപ്രഷൻ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്, വളരെ ഹാൻഡിയാണ്, കൊണ്ട് നടക്കാനൊക്കെ ഒരു കുഴപ്പമില്ല. പിന്നെ വെയിറ്റ് അങ്ങനെ വെയിറ്റ് ഉണ്ടെന്നല്ല, എന്നാലും ഒരു വെയിറ്റ് ഉണ്ട്, ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു വെയിറ്റ് ഉണ്ട്. പിന്നെ ഇത് ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇനി ജസ്റ്റ് അതും കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ ചാർജിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതും കൂടെ കണക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം വലിയൊരു എന്താ പറയുക, അത്യാവശ്യം നമുക്ക് പിടിക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് വരുന്നുണ്ട്. എന്നാൽ പോലും വലിയൊരു എന്താ പറയുക വലിപ്പമൊന്നുമില്ല. ഇത് ഈ ട്രൈപോഡിൻ്റെ ആവശ്യമില്ലെങ്കിൽ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഇനീഷ്യൽ എന്താ പറയുക ഹൈറ്റ് വരുന്നത്. ചാർജിങ് സ്പീഡ് അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് നമുക്ക് ഇതിനകത്ത് ചാർജ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് മേളിൽ നമുക്ക് ഇതിൻ്റെ 57% ആണ് ഇതിൻ്റെ ചാർജിങ് വരുന്നത്. അത് ഈ ഒരു നമ്മുടെ പോക്കറ്റ് 3ൻ്റെ ചാർജും അതുപോലെ ഈ ഒരു ഡിവൈസിന് ബാറ്ററി ഹാൻഡിൽ എന്നൊക്കെ പറയുന്ന ആ സാധനത്തിൽ നമുക്ക് വരുന്ന 47% ചാർജ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ഒരുപാട് ഫീച്ചറുകൾ വരുന്നുണ്ട്. ഞാൻ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് സൈഡിലൊക്കെ ആയിട്ട് ഞാൻ ഇതിൻ്റെ ഫീച്ചർ കാര്യങ്ങളൊക്കെ കാണിക്കാം. നല്ല ഫാസ്റ്റായിട്ട് ചാർജ് ആവും. അതുപോലെ നമുക്ക് 1 ഇഞ്ച് സെൻസർ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ നമുക്ക് ഒരു അട്രാക്റ്റീവ് പോയിന്റ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ സ്ക്രീൻ അത്യാവശ്യം നല്ല സ്ക്രീനാണ്, ചെറുതാണ് ബട്ട് എന്താ പറയുക നമ്മൾ റെസ്പോൺസീവ് ആണ്. അതുപോലെ 16:9 റേഷ്യോ ആണെങ്കിലും 9:16 റേഷ്യോ ആണെങ്കിലും വളരെ സീംലെസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വളരെ ഹാൻഡിയാണ്, ചാർജ് അത്യാവശ്യം നിൽക്കും. പിന്നെ ഇതൊക്കെ ആണെങ്കിലും ഇതിൻ്റെ പ്രൊഡക്ട്സ് ഇതിൻ്റെ ഒരു ആക്സസറീസ് ഒക്കെ ആണെങ്കിലും കൊള്ളാം. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സെല്ലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ കൂടുതൽ എന്തായാലും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇനി വരാനുള്ള വീഡിയോസിൽ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിനകത്തും നമ്മുടെ പോക്കറ്റ് 3-കകത്തും അതുപോലെ 17 പ്രോയിലൊക്കെ ആയിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെയുണ്ട് ഇമേജ് ക്വാളിറ്റി കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയുക. അതിനകത്ത് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഉണ്ട്, ബിയോണ്ട് ദ വോയേജിൻ്റെ ഒഫീഷ്യൽ പേജാണത്. അപ്പോൾ അത് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ, അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. താങ്ക് യു.